PSC ഡയറിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത് പ്രസ്താവന ചോദ്യങ്ങളുടെ 22ാമത്തെ സെറ്റാണ്. കേരള PSC അടുത്തിടെ പബ്ലിഷ് ചെയ്ത 65ാം വാർഷിക വിശേഷാൽ പതിപ്പിൽ കൊടുത്തിട്ടുള്ള 20 സെറ്റ് പ്രസ്താവന ചോദ്യങ്ങളുടെ പ്ലേലിസ്റ്റ് ഓൾറെഡി നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് കാണാൻ ശ്രമിക്കുക. ഇത് മാത്രമല്ല 2024 മാർച്ച് 15 ഇറങ്ങിയ PSC ബുള്ളറ്റിനിൽ അതേ പുസ്തകത്തിന്റെ തുടർച്ചയായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിരുന്നു. അതാണ് നമ്മൾ ഇപ്പോൾ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ 22ാമത്തെ സെറ്റാണ് ഇപ്പോൾ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ഇന്ന് നമ്മൾ പ്രസ്താവന സെറ്റ് ചോദ്യങ്ങൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഒരുമിച്ചാണ്. ഞാൻ ആദ്യം ചോദ്യം വായിക്കും. അപ്പോൾ നിങ്ങളൊരു പേപ്പറും പേനയും എടുത്ത് വെക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഞാൻ വായിക്കുന്ന പ്രസ്താവനകൾ ശരിയോ തെറ്റോ എന്ന് തോന്നുന്ന പോലെ മാർക്ക് ചെയ്യുക. എന്നിട്ട് എത്ര മാർക്ക് കിട്ടി എന്ന് നിങ്ങൾ കമന്റ് ചെയ്തറിയിക്കുക. അപ്പോൾ നമുക്കിന്ന് ഇന്നത്തെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. ഇന്ന് പൊതുവിജ്ഞാനം ഭാഗത്തു നിന്നാണ് നമ്മൾ ചോദ്യങ്ങൾ എടുക്കാൻ പോകുന്നത്. ആദ്യത്തെ ചോദ്യം തന്നെ നോക്കുക. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതെന്നാണ്. അപ്പോൾ നമ്മൾ സ്ഥിരം ചെയ്യാറുള്ളത് പോലെ തന്നെ തെറ്റായ എന്നുള്ള ആദ്യം മാർക്ക് ചെയ്യണം അല്ലെ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതെന്നാണ് അല്ലെ. അതിൽ ഒന്നാമത്തെ പ്രസ്താവന നോക്കുക. എ എന്ന പ്രസ്താവന കൊടുത്തിരിക്കുന്നത് നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യ പ്രസിഡന്റ് കെ കേളപ്പനാണെന്നാണ് അല്ലെ. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്, ഞാനിത് വായിക്കാം, അപ്പൊ നിങ്ങൾക്ക് ശരിയോ തെറ്റോ എന്ന്, ഇപ്പം ചോദ്യം തെറ്റായത് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ അതെന്താണോ നിങ്ങളുടെ പേപ്പറിൽ മാർക്ക് ചെയ്യുക. പ്രസ്താവന എ പറയുന്നു, നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യ പ്രസിഡന്റ് കെ കേളപ്പനാണെന്ന്. ഇത് ശരിയോ തെറ്റോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു അത് നിങ്ങൾ മാർക്ക് ചെയ്യുക. അടുത്ത രണ്ടാമത്തെ പ്രസ്താവന നോക്കുക. നായർ സർവീസ് സൊസൈറ്റിയുടെ പഴയ പേരാണ് നായർ ഭൃത്യജന സംഘം അല്ലെ. നായർ സർവീസ് സൊസൈറ്റിയുടെ പഴയ പേരാണ് നായർ ഭൃത്യജന സംഘം എന്ന് പറയുന്നു. ശരിയോ തെറ്റോ നിങ്ങൾ മാർക്ക് ചെയ്യുക. അടുത്ത മൂന്നാമത്തെ സി പ്രസ്താവന, കോട്ടയം ജില്ലയിൽ ചങ്ങനാശ്ശേരിക്കടുത്ത് പെരുന്നയിലാണ് നായർ സർവീസ് സൊസൈറ്റിയുടെ ആസ്ഥാനം എന്ന് പറയുന്നു. ഒന്നുകൂടി പറയാം. കോട്ടയം ജില്ലയിൽ ചങ്ങനാശ്ശേരിക്കടുത്ത് പെരുന്നയിലാണ് നായർ സർവീസ് സൊസൈറ്റിയുടെ ആസ്ഥാനം. ഇനി നാലാമത്തെ പ്രസ്താവന, മന്നത്ത് പത്മനാഭനാണ് നായർ സർവീസ് സൊസൈറ്റി സ്ഥാപിച്ചത്. നാലാമത്തെ പ്രസ്താവന, മന്നത്ത് പത്മനാഭനാണ് നായർ സർവീസ് സൊസൈറ്റി സ്ഥാപിച്ചത്. അപ്പൊ 4 പ്രസ്താവനകളും പറഞ്ഞു. ഇതിൽ തെറ്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു നിങ്ങൾ തെറ്റ് ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ടാവും എന്ന് പറയുന്നില്ല. ഇനി എന്റെ ശരിയുത്തരം അല്ലെ. ഇതിൽ ആക്ച്വലി തെറ്റെന്ന് പറയുന്നത് എ പ്രസ്താവനയാണ് അല്ലെ. നിങ്ങൾ എത്ര പേർ ശരിയാക്കി? ശരിയാക്കിയിട്ടുള്ളവർക്ക് 1 മാർക്ക് കിട്ടുകയാണ്. ഈ താഴെ കൊടുത്തിട്ടുള്ള 3 പ്രസ്താവനകളും ശരിയാണ്. ഈ എ എന്ന് പറയുന്ന പ്രസ്താവനയാണ് തെറ്റിപ്പോയത്. അപ്പോൾ നിങ്ങൾക്ക് ശരിയാക്കിയിട്ടുണ്ടെങ്കിൽ 1 മാർക്ക് കിട്ടിയാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുന്നത്. ഇനി അടുത്ത രണ്ടാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമെന്നാണ് അല്ലെ. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ നമ്മൾ ആ ചോദ്യത്തിൽ അത് തന്നെ ശരിയായ പ്രസ്താവനകളാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അത് നമ്മൾ വട്ടം വരച്ചിടുക. എന്നിട്ട് അതിന്റെ ശരിയായ പ്രസ്താവനകളല്ലേ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ പ്രസ്താവന പറയുന്നു, ഉപ്പു നിയമം ലംഘിക്കുന്നതിനുള്ള ഗാന്ധിജിയുടെ ശ്രമത്തെ വിപ്ലവത്തിന്റെ കിൻഡർ ഗാർട്ടൻ സ്റ്റേജ് എന്നും പാത്രത്തിൽ ഉപ്പുവെള്ളം തിളപ്പിച്ച് രാജാവിനെ നീക്കം ചെയ്യാനുള്ള ആശയം എന്നും വിശേഷിപ്പിച്ച ഇംഗ്ലീഷ് പത്രപ്രവർത്തകനാണ് ഹെൻറി നോയൽ ബ്രെയിൽസ്ഫോർഡ് എന്ന് പറയുന്നു അല്ലെ. ഒന്നാമത്തെ പ്രസ്താവന എന്താണ് പറയുന്നത് നോക്കുക. അപ്പൊ ശരിയായ പ്രസ്താവന കണ്ടുപിടിക്കാനാണ് നമ്മുടെ ചോദ്യം. ഒന്നാമത്തെ പ്രസ്താവന പറയുന്നു, ഉപ്പു നിയമം ലംഘിക്കുന്നതിനുള്ള ഗാന്ധിജിയുടെ ശ്രമത്തെ വിപ്ലവത്തിന്റെ കിൻഡർ ഗാർട്ടൻ സ്റ്റേജ് എന്നും പാത്രത്തിൽ ഉപ്പുവെള്ളം തിളപ്പിച്ച് രാജാവിനെ നീക്കം ചെയ്യാനുള്ള ആശയം എന്നും വിശേഷിപ്പിച്ച ഇംഗ്ലീഷ് പത്രപ്രവർത്തകനാണ് ഹെൻറി നോയൽ ബ്രെയിൽസ്ഫോർഡ് എന്ന് പറയുന്നു. ഇത് ശരിയോ തെറ്റോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു അത് നിങ്ങൾ മാർക്ക് ചെയ്യുക. അടുത്ത രണ്ടാമത്തെ പ്രസ്താവന നമുക്ക് നോക്കാം. എൽബയിൽ നിന്ന് പാരീസിലേക്കുള്ള നെപ്പോളിയന്റെ മാർച്ചിനോട് ഉപ്പ് സത്യാഗ്രഹത്തെ താരതമ്യപ്പെടുത്തിയത് സുഭാഷ് ചന്ദ്രബോസ് ആണെന്ന് പറയുന്നു. രണ്ടാമത്തെ പ്രസ്താവന നോക്കുക. എൽബയിൽ നിന്ന് പാരീസിലേക്കുള്ള നെപ്പോളിയന്റെ മാർച്ചിനോട് ഉപ്പ് സത്യാഗ്രഹത്തെ താരതമ്യപ്പെടുത്തിയത് സുഭാഷ് ചന്ദ്രബോസ് എന്നാണെന്ന് പറയുന്നു. അടുത്ത മൂന്നാമത്തെ പ്രസ്താവന നോക്കുക. മഹാത്മാഗാന്ധിയുടെ ദണ്ഡി യാത്രയെ ശ്രീരാമന്റെ ലങ്കയിലേക്കുള്ള പ്രയാണത്തോട് താരതമ്യപ്പെടുത്തിയത് ജവഹർലാൽ നെഹ്റു ആണെന്ന് പറയുന്നു. എന്താണ് മൂന്നാമത്തെ പ്രസ്താവന? മഹാത്മാഗാന്ധിയുടെ ദണ്ഡി യാത്രയെ ശ്രീരാമന്റെ ലങ്കയിലേക്കുള്ള പ്രയാണത്തോട് താരതമ്യപ്പെടുത്തിയത് ജവഹർലാൽ നെഹ്റു ആണെന്ന് പറയുന്നു. ഇനി നാലാമത്തെ പ്രസ്താവന നമുക്ക് നോക്കാം. നാലാമത്തെ പ്രസ്താവന പറയുന്നത്, മഹാത്മാഗാന്ധിയുടെ ദണ്ഡി യാത്രയെ മോശയുടെ ഇസ്രയേലികൾക്ക് വേണ്ടിയുള്ള മോചനയാത്ര എന്ന് വിശേഷിപ്പിച്ചത് PC റേ ആണെന്ന് പറയുന്നു. മഹാത്മാഗാന്ധിയുടെ ദണ്ഡി യാത്രയെ മോശയുടെ ഇസ്രയേലികൾക്ക് വേണ്ടിയുള്ള മോചനയാത്ര എന്ന് വിശേഷിപ്പിച്ചത് PC റേ ആണെന്ന് പറയുന്നു. ഇങ്ങനെ 4 പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട് അല്ലെ. ആ 4 പ്രസ്താവനകൾ ശരി ഏതെന്നുള്ള ഓപ്ഷനുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ കണ്ടുപിടിച്ച ആൻസർ ഈ കൂട്ടത്തിലുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, നിങ്ങളത് കണ്ടുപിടിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടെ ശരിയുത്തരമായിട്ട് വരുന്നത് ഡി ഓപ്ഷനാണ്. 1, 2, 4 അതായത് 1, 2, 4 എന്ന് പറയുന്ന പ്രസ്താവനകളാണ് ഇവിടെ ശരിയായിട്ടുള്ളത് അല്ലെ. 1, 2, 4 എന്ന് പറയുന്ന പ്രസ്താവനകളാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. അപ്പോൾ
ഒന്നാമത്തെ പ്രസ്താവന ഇതാണല്ലോ, 1, 2, 4 ഇതാണ് ശരിയായിട്ടുള്ളത്, 3 തെറ്റിപ്പോയി. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ചോദ്യത്തിന് 1 മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് നോട്ട് ചെയ്യാം. ഇപ്പൊ നിങ്ങൾ 2 മാർക്ക് കിട്ടിയിട്ടുണ്ട്. അടുത്ത 3ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. അതും ശരിയായ പ്രസ്താവന കണ്ടുപിടിക്കാനാണ് ചോദ്യം. ശരിയായ പ്രസ്താവന. നമുക്ക് 4 പ്രസ്താവനയുണ്ട്, അതൊന്ന് നോക്കാം. 1ാമത്തെ പ്രസ്താവന പറയുന്നു, മതപീഡനത്തെ തുടർന്ന് ഇംഗ്ലണ്ടിൽ നിന്ന് 17ാം നൂറ്റാണ്ടിൽ അമേരിക്കയിലേക്ക് ആദ്യകാലത്ത് കുടിയേറിയവർ അറിയപ്പെടുന്ന പേരാണ് തീർത്ഥാടക പിതാക്കന്മാർ എന്ന് പറയുന്നു. അല്ലെ, 1ാമത്തെ പ്രസ്താവന എന്താണ് പറയുന്നത്? മതപീഡനത്തെ തുടർന്ന് ഇംഗ്ലണ്ടിൽ നിന്ന് 17ാം നൂറ്റാണ്ടിൽ അമേരിക്കയിലേക്ക് ആദ്യകാലത്ത് കുടിയേറിയവർ അറിയപ്പെടുന്ന പേരാണ് തീർത്ഥാടക പിതാക്കർ. അപ്പൊ ഇത് ശരിയോ തെറ്റോ നിങ്ങൾ മാർക്ക് ചെയ്യുക. 2ാമത്തെ പ്രസ്താവന നോക്കുക. ജെയിംസ് 2ാമൻ രാജാവിന്റെ മതപീഡനത്തിന്റെ ഫലമായിട്ടാണ് തീർത്ഥാടക പിതാക്കന്മാർ വടക്കേ അമേരിക്കയിലേക്ക് പോയത്. അല്ലെ, 2ാമത്തത് എന്താ പറയുന്നത്? ജെയിംസ് 2ാമൻ രാജാവിന്റെ മതപീഡനത്തിന്റെ ഫലമായിട്ടാണ് തീർത്ഥാടക പിതാക്കന്മാർ വടക്കേ അമേരിക്കയിലേക്ക് പോയതെന്ന് പറയുന്നു. ഇനി 3ാമത്തെ പ്രസ്താവന നോക്കുക. തീർത്ഥാടക പിതാക്കൾ അമേരിക്കയിൽ എത്തിയ വർഷം 1620 എന്ന് പറയുന്നു. തീർത്ഥാടക പിതാക്കൾ അമേരിക്കയിൽ എത്തിയ വർഷം 1620 എന്ന് പറയുന്നു. 4ാമത്തെ പ്രസ്താവന കാണുക. തീർത്ഥാടക പിതാക്കന്മാർ സഞ്ചരിച്ച മെയ്ഫ്ലവർ കപ്പൽ, അല്ലെ, ഈ കപ്പലിന്റെ പേരൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും അല്ലെ. മെയ്ഫ്ലവർ കപ്പലിൽ സഞ്ചരിച്ചവരുടെ എണ്ണം 102 ആയിരുന്നു എന്ന് പറയുന്നു. ഇങ്ങനെ 4 പ്രസ്താവനകളാണുള്ളത്. ഇതിൽ ശരി ഏതെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. എനിക്കൊന്ന് ഞാൻ വായിച്ചപ്പോൾ നിങ്ങൾ ഇത് കറക്റ്റ് അറിയാവുന്നവർ നിങ്ങൾ ശരി ഉത്തരം കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതിന്റെ ശരി ഉത്തരം എന്ന് പറയുന്നത് ഡി ഓപ്ഷൻ ആണ്. അതായത് 1, 3, 4 ആണ് ശരിയായിട്ടുള്ള പ്രസ്താവന. 1, 3, 4 ഇങ്ങനെ 1ാമത്തെയും 3ാമത്തെയും 4ാമത്തെയും പ്രസ്താവനയാണ് ശരി. അപ്പൊ നിങ്ങൾക്ക് ഇത് ശരിയാക്കിയിട്ടുള്ളവർക്ക് 1 മാർക്ക് കൂടി കിട്ടുകയാണ്, അങ്ങനെ 3 മാർക്ക്. അടുത്ത 4ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. 4ാമത്തെ ചോദ്യം നോക്കുക. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. അല്ലെ, അപ്പൊ അതും ശരിയായ പ്രസ്താവനകൾ എന്നുള്ളതാണ്. അതും നമ്മൾ വട്ടം വരച്ചിടുന്നു. 1ാമത്തെ പ്രസ്താവന നോക്കുക. ഭൂമിയുടെ ഉപരിതലവുമായി ചേർന്ന് കിടക്കുന്ന അന്തരീക്ഷ പാളിയാണ് ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നു. ഭൂമിയുടെ ഉപരിതലവുമായി ചേർന്ന് കിടക്കുന്ന അന്തരീക്ഷ പാളിയാണ് ട്രോപ്പോസ്ഫിയർ. മിസോസ്ഫിയറിനെയും തെർമോസ്ഫിയറിനെയും വേർതിരിക്കുന്ന പാളിയാണ് മീസോപാസ് എന്ന് പറയുന്നു. മിസോസ്ഫിയറിനെയും തെർമോസ്ഫിയറിനെയും വേർതിരിക്കുന്ന പാളിയാണ് മീസോപാസ് എന്ന് പറയുന്നു. ധ്രുവദീപ്തി കാണപ്പെടുന്ന അന്തരീക്ഷ പാളിയാണ് തെർമോസ്ഫിയർ എന്ന് പറയുന്നു. അല്ലെ, ധ്രുവദീപ്തി കാണപ്പെടുന്ന അന്തരീക്ഷ പാളിയാണ് തെർമോസ്ഫിയർ എന്ന് പറയുന്നു. റേഡിയോ പ്രക്ഷേപണം സാധ്യമാക്കുന്ന അന്തരീക്ഷ പാളിയാണ് ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നു. 4ാമത്തെ പ്രസ്താവന. റേഡിയോ പ്രക്ഷേപണം സാധ്യമാക്കുന്ന അന്തരീക്ഷ പാളിയാണ് ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നു. ഇങ്ങനെ 4 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. ഇതിൽ ശരി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ കണ്ടുപിടിച്ചു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഓപ്ഷൻ ഈ കൂട്ടത്തിൽ ഉണ്ടെന്ന് വിചാരിക്കുന്നു അല്ലെ. അപ്പോൾ ഓക്കെ, ഞാൻ ഇതിന്റെ ശരി ഉത്തരം പറയുകയാണ്. ഇതിന്റെ ശരി ഉത്തരം 1, 2, 3 ആണ്. അതായത് ആദ്യത്തെ 3 പ്രസ്താവനകൾ ശരിയാണ് എന്നതാണ് ഇതിൽ വരുന്നത് അല്ലെ. അതായത് ഓപ്ഷൻ ഡി ആണ് ഇവിടെ ശരിയായിട്ട് വരുന്നത്. 1, 2, 3 1ഉം 2ഉം 3ഉം പ്രസ്താവനകൾ ശരിയാണ്, 4 തെറ്റാണ്. അടുത്ത 5ാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. അപ്പൊ നിങ്ങൾക്ക് 4 മാർക്ക് കിട്ടുകയാണ്. അടുത്ത 5ാമത്തെ ചോദ്യം 2 ഭാഗത്ത് കിടക്കുന്നുണ്ടെന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇവിടെ പറയുന്നത് നോക്കുക. അതായത് ശരിക്കും സിന്ധു, സത്ലജ് അങ്ങനെ ഹിമാലയത്തിന്റെ 5 ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ആ ഭാഗങ്ങളെ കുറിച്ചിട്ടാണ് ഇവിടെ 2 പട്ടികകളിലായിട്ട് പറയുന്നത്. പട്ടിക 1 നിങ്ങൾ ശ്രദ്ധയോടെ നോക്കുക. പട്ടിക 1ൽ പറയുന്നത് നോക്കുക. പട്ടിക 1ൽ 1ാമത്തെ പോയിന്റ് ആയിട്ട് പറയുന്നത് സിന്ധു സത്ലജ് നദികൾക്കിടയിലുള്ള ഹിമാലയ ഭാഗം അറിയപ്പെടുന്ന പേര് എന്നാണ്. അതിന് നേരെ കൊടുത്തിരിക്കുന്നത് കുമയൂൺ ഹിമാലയം എന്നാണ്. ഇത് തെറ്റാണെന്ന് നമുക്കറിയാം അല്ലെ. അത് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പുറത്ത് ഇതേപോലെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ നോക്കി വെക്കുക. സിന്ധു സത്ലജ് നദികൾക്കിടയിലുള്ള ഹിമാലയ ഭാഗം അറിയപ്പെടുന്ന പേര്. പട്ടിക 2ൽ കുമയൂൺ എന്ന് കൊടുത്തേക്കുന്നു അല്ലെ. നമുക്കിതല്ലാന്ന് നമുക്കറിയാം അല്ലെ. അടുത്ത പട്ടികയിലെ അടുത്ത 2ാമത്തെയും 3ാമത്തെയും 4ാമത്തെയും നോക്കാം. കാളി, തീസ്ത അല്ലെ, കാളി തീസ്ത നദികൾക്കിടയിലെ ഹിമാലയ ഭാഗം കൊടുത്തിട്ടുണ്ട്. സത്ലജ്, കാളി നദികൾക്കിടയിലെ ഹിമാലയ ഭാഗം, തീസ്ത, ബ്രഹ്മപുത്ര നദികൾക്കിടയിലെ ഹിമാലയ ഭാഗം അല്ലെ. ഇതിന്റെ ഇപ്പുറത്തെ സൈഡിൽ നേപ്പാൾ ഹിമാലയം, ആസാം ഹിമാലയം, പഞ്ചാബ് ഹിമാലയം എന്നിങ്ങനെയൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ 2 പേജിലായതുകൊണ്ട് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇതിൽ ശരിയായിട്ട് വരുന്നതെന്ന് പറയുന്നത് നമുക്കറിയാം അല്ലെ, പഞ്ചാബ് അല്ലെ, സത്ലജ് ഈ പറഞ്ഞ പോലെ സിന്ധു സത്ലജ് നദികൾക്കിടയിലുള്ള ഹിമാലയ ഭാഗം അറിയപ്പെടുന്നത് പഞ്ചാബ് ഹിമാലയം എന്നാണ്. അതായത് ഞാൻ നേരത്തെ വായിച്ച 1ാമത്തെ പോയിന്റ് ഉണ്ടല്ലോ, സിന്ധു സത്ലജ് നദികൾക്കിടയിലുള്ള ഹിമാലയ ഭാഗം, അത് ശരിക്കും 1D ആയിട്ടാണ് വരുന്നത്, 1D. അതേപോലെ 2ാമത്തെ കാളി തീസ്ത നദികൾക്കിടയിലെ ഹിമാലയ ഭാഗം, കാളി തീസ്ത നദികൾക്കിടയിലെ ഹിമാലയ ഭാഗം നേപ്പാൾ ഹിമാലയം എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. അതേപോലെ 3ാമത്തെ സത്ലജ് കാളി നദികൾക്കിടയിലെ ഹിമാലയ ഭാഗം അത് അറിയപ്പെടുന്നത് കുമയൂൺ ഹിമാലയം എന്നാണ്. കുമയൂൺ ഹിമാലയം അതറിയപ്പെടുന്നത് ഇതാണ് അവിടെ 1ാമത്തെ ഓപ്ഷനിൽ കൊടുത്തിരുന്നത്. കുമയൂൺ ഹിമാലയം എന്നാണ് അറിയപ്പെടുന്നത്. കുമയൂൺ ഹിമാലയം. തീസ്ത, ബ്രഹ്മപുത്ര നദികൾക്കിടയിലുള്ള ഹിമാലയ ഭാഗമാണ്
ഈ ആസാം ഹിമാലയം എന്നറിയപ്പെടുന്നത്? അപ്പം ഞാനിത് ഒന്നുകൂടെ വായിക്കാം, നിങ്ങൾക്കൊന്ന് റിഫ്രഷ് ചെയ്യാം. ശരിക്കും സിന്ധു സത്ലജ് നദികൾക്കിടയിലുള്ള ഹിമാലയ ഭാഗം അറിയപ്പെടുന്നത് പഞ്ചാബ് ഹിമാലയം എന്നാണ്. അതുപോലെ കാളി തീസ്ത നദികൾക്കിടയിലെ ഹിമാലയ ഭാഗം അറിയപ്പെടുന്നത് നേപ്പാൾ ഹിമാലയം എന്നാണ്. പിന്നെ സത്ലജ് കാളി നദികൾക്കിടയിലെ ഹിമാലയ ഭാഗം അറിയപ്പെടുന്നത് കുമയൂൺ ഹിമാലയം എന്നാണ്. തീസ്ത ബ്രഹ്മപുത്ര നദികൾക്കിടയിലെ ഹിമാലയ ഭാഗം അറിയപ്പെടുന്നത് ആസാം ഹിമാലയം എന്നാണ്. അപ്പോൾ ഓക്കെ, ആ ഒരു ചോദ്യം നമ്മൾ കഴിഞ്ഞു. അടുത്തൊരു ചോദ്യം നമുക്ക് നോക്കാം. 6ാമത്തെ തെറ്റായ ജോഡി കണ്ടുപിടിക്കാനാണ്. കണ്ട, ഇത്ര നേരം ശരിയാണോ വന്നത്? ഇത് നോക്കിയാൽ ഒരെണ്ണം തെറ്റായിട്ടുള്ള ജോഡി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. 4 ജോഡി കൊടുത്തിട്ടുണ്ട്, അതിൽ ഒരെണ്ണം തെറ്റാണ് അല്ലേ? ഓക്കെ, അപ്പോൾ തെറ്റായ ജോഡി ഏതെന്ന് നോക്കാം. 1ാമത്തെ ജോഡി നോക്കുക. ഇന്ത്യയുടെ ഭൂപടത്തിന്റെ ആകൃതിയിലുള്ള തടാകം അല്ലെ? അങ്ങനെ ഒരു തടാകം, ഇന്ത്യയുടെ ഭൂപടത്തിന്റെ ആകൃതിയിലുള്ള ഒരു തടാകം ഉണ്ട് അല്ലെ? ആ തടാകങ്ങളാണ് ഈ സൈഡിൽ കൊടുത്തിട്ടുള്ളത് അല്ലെ? ആ തടാകങ്ങൾ ജോഡിയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇന്ത്യയുടെ ഭൂപടത്തിന്റെ ആകൃതിയിലുള്ള തടാകമാണ് പൂക്കോട് തടാകം എന്ന് പറയുന്നു. ഇതാണ് ആദ്യത്തെ ജോഡി എന്ന് പറയുന്നത്. അപ്പൊ ഇത് ശരിയോ തെറ്റോ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക, മാർക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് അടുത്ത ഒരു 2ാമത്തെ പോയിന്റ് ജോഡി നോക്കാം. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എഫിന്റെ ആകൃതിയിലുള്ള തടാകമാണ് ശാസ്താംകോട്ട തടാകം എന്ന് പറയുന്നു. അതേപോലെ ഹൃദയത്തിന്റെ ആകൃതിയിലുള്ള തടാകമാണ് മേപ്പാടി എന്ന് പറയുന്നു. പനയിലയുടെ ആകൃതിയിലുള്ള തടാകമാണ് വേമ്പനാട് കായൽ എന്ന് പറയുന്നു അല്ലെ? അപ്പൊ നിങ്ങൾ ഈ 3 ജോഡി നിങ്ങൾ നോട്ട് ചെയ്ത് കാണും. ഇതിലൊരെണ്ണം തെറ്റെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അല്ലെ? ഓക്കെ, ഇനി ഞാൻ ഇവിടുത്തെ ശരി ഉത്തരം പറയാം. ഇവിടുത്തെ ശരി ഉത്തരം എന്ന് പറയുന്നത് 4ാമത്തെ, അതായത് എന്താ പറയുക, നമ്മുടെ പനയിലയുടെ ആകൃതിയിലുള്ള തടാകമാണ് വേമ്പനാട് എന്ന് കൊടുത്തിരിക്കുന്നു. ഇത് തെറ്റായിട്ടുള്ളൊരു ജോഡിയാണ്. ബാക്കി 3ഉം ശരിയായിട്ടുള്ള ജോഡി തന്നെയാണ്. അപ്പം നിങ്ങൾക്ക് ഇത് ശരിയാക്കിയിട്ടുണ്ടെങ്കിൽ 1 മാർക്ക് കൂടി കിട്ടുകയാണ്. അടുത്ത 7ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നതാണ് ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നതിൽ അപ്പോൾ പ്രസ്താവന ശരിയായത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 1ാമത്തെ പ്രസ്താവന നോക്കുക. മുംബൈ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ദലാൽ തെരുവിൽ സ്ഥിതി ചെയ്യുന്നു അല്ലെ? ദലാൽ സ്ട്രീറ്റ് അല്ലെ? മുംബൈ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ദലാൽ സ്ട്രീറ്റിൽ സ്ഥിതി ചെയ്യുന്നു. നമ്മൾ ഈ പുസ്തകത്തിൽ ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ക്വസ്റ്റ്യൻസിന്റെ ആയിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സുകളൊക്കെ നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ക്ലാസ് കണ്ടിട്ടാണ് നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഇത് സ്കോർ ചെയ്യാൻ പറ്റും കേട്ടോ. നിങ്ങൾ ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ എക്സാമിന് മുമ്പ് അതൊരു 2x സ്പീഡിലിട്ടെങ്കിലും നിങ്ങൾ മാക്സിമം കേട്ട് മാറാൻ ശ്രമിക്കുക. കാരണം ആ ഒരു കേട്ടൊരു ഓർമ്മയ്ക്കെങ്കിലും നിങ്ങൾ എക്സാം ഹാളിൽ നിങ്ങൾക്ക് അത് ഒത്തിരി ഗുണം ചെയ്യും. അപ്പോൾ നോക്കുക, 7ാമത്തെ ചോദ്യത്തിലെ 1ാമത്തെ പ്രസ്താവന പറയുന്നു മുംബൈ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ദലാൽ തെരുവിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് പറയുന്നു. 2ാമത്തെ പ്രസ്താവന നോക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആയ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സ്ഥാപകൻ പ്രേംചന്ദ് റോയ്ചന്ദ് ആണെന്ന് പറയുന്നു അല്ലെ? എന്താണ്? ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആയ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സ്ഥാപകൻ പ്രേംചന്ദ് റോയ്ചന്ദ് ആണെന്ന് പറയുന്നു. അടുത്ത 3ാമത്തെ പ്രസ്താവന നോക്കുക. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ആദ്യ നാമമാണ് ദ ഷെയർ ആൻഡ് സ്റ്റോക്ക് ബ്രോക്കേഴ്സ് അസോസിയേഷൻ എന്ന് പറയുന്നു അല്ലെ? അപ്പോൾ 3 പ്രസ്താവന വായിച്ചു. ഇനി 4ാമത്തെ പ്രസ്താവനയാണ്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഓഹരി സൂചികയായ സെൻസെക്സ് നിശ്ചയിക്കുന്നത് 30 കമ്പനികളുടെ ഓഹരികളുടെ വിപണി മൂല്യത്തിലെ മാറ്റത്തെ അടിസ്ഥാനമാക്കിയാണ് എന്ന് പറയുന്നു. എന്താണ്? ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഓഹരി സൂചികയായ സെൻസെക്സ് നിശ്ചയിക്കുന്നത് 30 കമ്പനികളുടെ ഓഹരികളുടെ വിപണി മൂല്യത്തിലെ മാറ്റത്തെ അടിസ്ഥാനമാക്കിയാണെന്ന് പറയുന്നു. അപ്പോൾ ഇങ്ങനെ 4 സ്റ്റേറ്റ്മെന്റ് ഞാൻ വായിച്ചിട്ടുണ്ട്. ഇതിൽ ശരിയായ പ്രസ്താവനകൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു അല്ലെ? ഇനി അടുത്ത ഓപ്ഷൻ നിങ്ങളുടെ ഫൈൻഡിങ്സ് നിങ്ങൾ ഇവിടെ ഉണ്ടോ എന്ന് നോക്കുക. ഓക്കെ, ഇവിടെ ഇതിൽ ശരിയായിട്ട് വരുന്നത് എല്ലാം ശരിയാണ് എന്നൊരു ഓപ്ഷനാണ്. അതായത് ഞാനിപ്പോൾ വായിച്ച 4 പ്രസ്താവനകളും ശരിയാണ് എന്നതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 1 മാർക്ക് കൂടി ലഭിക്കുകയാണ്. ഇതിപ്പോൾ ഞാൻ വായിച്ചിട്ടുള്ളത് എക്കണോമിക്സിന്റെ ഭാഗമായിട്ടുള്ള ക്ലാസ്സുകളിൽ വരുന്നതാണ് ഇപ്പോൾ വായിച്ചത്. അതിന്റെ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കഴിഞ്ഞ നമ്മുടെ മെയ് 11 സ്റ്റാർട്ട് ചെയ്ത ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷ 3 ഘട്ടത്തിലും ടഫായിട്ട് ചോദിച്ചത് എക്കണോമിക്സ് ആണ്. ആ എക്കണോമിക്സ് ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മുടെ ഈ പറയുന്ന പുസ്തകത്തിൽ ഉണ്ടായിരുന്നു കേട്ടോ. അത് നമ്മുടെ ക്ലാസ് കണ്ടിട്ടുള്ളവർക്ക് അത് എഴുതാൻ പറ്റിയെന്ന് തന്നെ അറിയിച്ചിരുന്നു. അപ്പം നിങ്ങൾ അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു 2x സ്പീഡിലിട്ടെങ്കിലും അറ്റ്ലീസ്റ്റ് കേരളം ഭരണവും ഭരണ സംവിധാനവും അതേപോലെ കോൺസ്റ്റിറ്റ്യൂഷൻ അതേപോലെ കറണ്ട് അഫയേഴ്സ് അതേപോലെ ഈ പറയുന്ന എക്കണോമിക്സ് ഇത്രയുമെങ്കിലും നിങ്ങൾ 2x സ്പീഡിലിട്ട് കേൾക്കാൻ ശ്രമിക്കുക. പിന്നെ ബയോളജി കേട്ടോ 2x സ്പീഡിലിട്ട് കേൾക്കാൻ ശ്രമിക്കുക. ഒരു ചാൻസ് ആണ് വരുന്നത്. ഇല്ല, ഇനി 1.5 വർഷം കഴിഞ്ഞിട്ടാണ് ഒരു 2 വർഷമൊക്കെ കഴിഞ്ഞിട്ടാണ് അടുത്ത പരീക്ഷ വരിക. അപ്പോൾ അതുകൊണ്ട് പ്രയോജനപ്പെടുത്തുക. 8ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. 8ാമത്തെ ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ കാണുക. എന്നിട്ട് എന്താണ് ചെയ്യേണ്ടത്?
താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ കണ്ടിട്ട് അതിൽ ശരി അല്ലെ കണ്ടെത്തുക എന്നുള്ളതാണ് ചോദ്യം. ശരി കണ്ടെത്തുക എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ താഴെ 2 പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട്, നമുക്ക് അതൊന്ന് വായിക്കാം അല്ലെ. പ്രസ്താവന 1 പറയുന്നു, ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന നോവലിലാണ് വന്ദേ മാതരം ഉൾപ്പെടുന്നത് എന്ന് പറയുന്നു. അപ്പൊ എന്താണ് പ്രസ്താവന 1? ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന നോവലിലാണ് വന്ദേ മാതരം ഉൾപ്പെടുന്നത് എന്ന് പറയുന്നു. പ്രസ്താവന 2 പറയുന്നു, സംവാദ് കൗമുദി എന്ന പ്രസിദ്ധീകരണത്തിലാണ് ആനന്ദമഠം ആദ്യമായി അച്ചടിച്ചതെന്ന് പറയുന്നു. പ്രസ്താവന 2 എന്താണ് പറയുന്നത്? സംവാദ് കൗമുദി എന്ന പ്രസിദ്ധീകരണത്തിലാണ് ആനന്ദമഠം ആദ്യമായി അച്ചടിച്ചത് എന്ന് പറയുന്നു. ഇങ്ങനെ 2 പ്രസ്താവനകളാണ് ഇതിൽ പറയുന്നത്. ഇതിൽ ഏതൊക്കെ പ്രസ്താവന ശരിയാണ് അല്ലെങ്കിൽ പ്രസ്താവനകൾ ശരിയാണെന്ന് നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അല്ലെ. ഇവിടുത്തെ ശരിയുത്തരം എന്ന് പറയുന്നത് എ ആണ്. അതായത് പ്രസ്താവന 1 ശരിയാണ്, 2 തെറ്റാണ് എന്നുള്ളതാണ്. പ്രസ്താവന 1 ശരിയാണ്, 2 തെറ്റാണ് അല്ലെ. ഇത് ശരിയാക്കിയിട്ടുള്ളവർക്ക് 1 മാർക്ക് ലഭിക്കുകയാണ്. അടുത്ത ഒരു ചോദ്യം നമുക്ക് നോക്കാം. ചേരുംപടി ചേർക്കുക എന്നുള്ളതാണ് അടുത്ത ഒരു ചോദ്യം അല്ലെ. ഇവിടെ 2 പട്ടിക കൊടുത്തിരിക്കുകയാണ് അല്ലെ. കേരളത്തിലെ ചില കമ്മീഷന്റെ ചെയർമാൻമാരെ കുറിച്ചിട്ടും ആ ചെയർമാൻമാരാണ് ഇപ്പുറത്ത് കൊടുത്തിരിക്കുന്നത് അല്ലെ. ഒന്നാമത്തെ ബോക്സ് നോക്കുക, കേരളത്തിലെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലെ. അതേപോലെ രണ്ടാമത്തെ നോക്കിയാൽ 1ാം സംസ്ഥാന ധനകാര്യ കമ്മീഷന്റെ അധ്യക്ഷൻ എന്ന് കൊടുത്തിട്ടുണ്ട്. കേരളത്തിന്റെ ആദ്യത്തെ ലോകായുക്ത എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്ത പേജിലേക്ക് വരുമ്പോൾ കേരളത്തിലെ ആദ്യത്തെ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്നും കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇതിനെ മാച്ച് ചെയ്യുന്നത് ആയിട്ട് അപ്പുറത്ത് കൊടുത്തിരിക്കുന്നത് ജസ്റ്റിസ് പി സി ബാലകൃഷ്ണ മേനോൻ, PM അബ്രഹാം, MSK രാമസ്വാമി, പാലാട്ട് മോഹൻദാസ്, ഇത്രയും പേരാണ്. അപ്പൊ ഇവരെ മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും കേരളത്തിലെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പൊ അത് നിങ്ങൾ മാച്ച് ചെയ്തിട്ടുണ്ടാവും. 1ാം സംസ്ഥാന ധനകാര്യ കമ്മീഷന്റെ അധ്യക്ഷനെ നിങ്ങൾക്കറിയാം. അതേപോലെ കേരളത്തിന്റെ ആദ്യത്തെ ലോകായുക്തയെ നിങ്ങൾക്കറിയാം. ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പൊ ഇവിടെ നിങ്ങളുടെ ആൻസർ നിങ്ങൾ കണ്ടുപിടിച്ചു എന്ന് വിചാരിക്കുന്നു. ഇവിടെ ശരിക്കും ആൻസർ ആയിട്ട് വരുന്നത് B എന്ന് പറയുന്ന ഓപ്ഷനാണ്. അതായത് എന്താണ് 1D അല്ലെ. നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? അത് പാലാട്ട് മോഹൻദാസ് ആണ് അല്ലെ. പാലാട്ട് മോഹൻദാസ് ആണ്. പിന്നെ പറയുന്നത് എന്താണ് 2B എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അത് ആ ഓപ്ഷൻ കറക്റ്റ് ആണ്. എന്താണ് 1ാം സംസ്ഥാന ധനകാര്യ കമ്മീഷന്റെ അധ്യക്ഷൻ PM അബ്രഹാം ആണ് അല്ലെ. 2B. പിന്നെ 3A ആണ്. 3 എന്ന് പറയുന്നത് കേരളത്തിന്റെ ആദ്യത്തെ ലോകായുക്ത ജസ്റ്റിസ് PC ബാലകൃഷ്ണ മേനോനാണ് അല്ലെ. അതേപോലെ 4ാമത്തേത് C ആണ്. 4 എന്താണ് കേരളത്തിലെ ആദ്യത്തെ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? അത് MSK രാമസ്വാമിയാണ് അല്ലെ. ഓക്കെ, അത് ശരിയാക്കിയിട്ടുള്ളവർക്ക് 1 മാർക്ക് കൂടി ലഭിക്കുകയാണ്. അടുത്ത 10ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. 10ാമത്തെ ചോദ്യം നോക്കാം. തെറ്റായ ജോഡി കണ്ടുപിടിക്കാനാണ് 10ാമത്തെ ചോദ്യത്തിൽ പറയുന്നത് അല്ലെ. ഇവിടെ ജോഡികൾ 4 ജോഡി കൊടുത്തിട്ടുണ്ട് അല്ലെ. കറുത്ത മരണം പ്ലേഗ്, ഡാൽട്ടണിസം നിശാന്തത, ബ്ലാക്ക് വാട്ടർ ഫീവർ മലേറിയ, ചുവന്ന പ്ലേഗ് വസൂരി എന്നിങ്ങനെ 4 ജോഡി കൊടുത്തിട്ടുണ്ട്. ഇതിൽ തെറ്റായിട്ടുള്ള ജോഡി കണ്ടുപിടിക്കാനാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു നിങ്ങൾ കണ്ടുപിടിച്ചു എന്ന് തോന്നുന്നു. അപ്പൊ ഞാൻ എന്തായാലും ഇതിന്റെ ആൻസർ പറയാം. ഇതിൽ തെറ്റായ ജോഡി എന്ന് പറയുന്നത് ഈ B ആണ്. ഡാൽട്ടണിസം നിശാന്തത അല്ലെ. ഇവിടെ നമ്മളെ കൺഫ്യൂഷൻ ആക്കുന്നതാണ്. കാരണം എന്താ, ഡാൽട്ടണിസം നിശാന്തതയല്ല അല്ലെ. നമ്മൾ വർണ്ണാന്തത എന്നും പറഞ്ഞിട്ടല്ലേ നമ്മൾ പഠിക്കുന്നത്. ഡാൽട്ടണിസം വർണ്ണാന്തത, പക്ഷെ ഇവിടെ കൊടുത്തിരിക്കുന്നത് നിശാന്തത അല്ലെ. ഒരു ചെറിയൊരു മുദ്ര ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ പോലെ ഒരു ചെറിയൊരു മാറ്റം അല്ലെ. അതാണ് നമ്മുടെ അശ്രദ്ധ കൊണ്ടേ. ഇതൊക്കെ ചിലപ്പോൾ നമ്മൾ ക്ലാസ്സിൽ പരീക്ഷയ്ക്ക് ഇരിക്കുമ്പോൾ ചിലപ്പോൾ കുറേ അധികം ക്വസ്റ്റ്യൻസ് നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസിന്റെ കൂട്ടത്തിലായിരിക്കും ഇത് കയറി വരുന്നത്. അപ്പം നമ്മൾ ആക്രാന്തം മൂത്തിട്ട് എന്ത് ചെയ്യും, ഇത് ഡാൽട്ടണിസം അല്ലെ, നമ്മൾ ചിലപ്പോൾ അത് തെറ്റി ചിലപ്പോൾ ഇത് അറിയാൻ പാടില്ലായിരിക്കും. ചുവന്ന പ്ലേഗ് ചിലപ്പോൾ ഐഡിയ കിട്ടാത്തതുകൊണ്ട് ഇതിന് വേണമെങ്കിൽ കറുപ്പിച്ച് കളയും. മനസ്സിലായി? അതാണ് നമ്മുടെ എക്സൈറ്റ്മെന്റ് കൂടുമ്പോൾ ചിലപ്പോൾ നമുക്ക് അറിയാവുന്നത് പോലും നമ്മൾ ആവേശത്തിൽ തെറ്റിച്ച് കളയും. അത് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ്. അടുത്ത 11ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. അവിടെ പറയുന്നതും ശരിയായ പ്രസ്താവനകൾ കണ്ടുപിടിക്കാനാണ് 11ാമത്തെ ചോദ്യം പറയുന്നത്. ഒരു ആറ്റം വൈദ്യുതപരമായി നിർവീര്യമായിരിക്കാൻ കാരണം പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും എണ്ണം തുല്യമായതിനാലാണ് എന്നാണ് 1ാമത്തെ പ്രസ്താവന പറയുന്നത്. നമ്മുടെ ചോദ്യം ശരിയായ പ്രസ്താവന കണ്ടുപിടിക്കാനാണ്. അപ്പോൾ 1ാമത്തെ പ്രസ്താവന ഒന്നുകൂടി വായിക്കാം. എന്താണ് 1ാമത്തെ പ്രസ്താവന? ഒരു ആറ്റം വൈദ്യുതപരമായി നിർവീര്യമായിരിക്കാൻ കാരണം പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും എണ്ണം തുല്യമായതിനാലാണ് എന്ന് പറയുന്നു. അടുത്ത 2ാമത്തെ പ്രസ്താവന നോക്കുക. അറ്റോമിക സംഖ്യ എന്ന് പറഞ്ഞാൽ അത് ആറ്റത്തിന്റെ ന്യൂക്ലിയസിലുള്ള പ്രോട്ടോണുകളുടെ എണ്ണമാണെന്ന് പറയുന്നു. എന്താണ് അറ്റോമിക സംഖ്യ എന്ന് പറഞ്ഞാൽ? അത് ആറ്റത്തിന്റെ ന്യൂക്ലിയസിലുള്ള പ്രോട്ടോണുകളുടെ എണ്ണമാണ് എന്ന് പറയുന്നു അല്ലെ. ഇത് 2ാമത്തെ പ്രസ്താവന. ഇനി 3ാമത്തെ പ്രസ്താവന നോക്കുക. ന്യൂക്ലിയർ ഫിഷനിൽ ആറ്റത്തെ വിഘടിപ്പിക്കാൻ ഉപയോഗിക്കുന്ന അറ്റോമിക കണമാണ് ന്യൂട്രോൺ എന്ന് പറയുന്നു. എന്താണ് ന്യൂക്ലിയർ ഫിഷനിൽ ആറ്റത്തെ വിഘടിപ്പിക്കാൻ ഉപയോഗിക്കുന്ന അറ്റോമിക കണമാണ് ന്യൂട്രോൺ എന്ന് പറയുന്നു. 4ാമത്തെ പ്രസ്താവന നോക്കുക. വിഭജിക്കാൻ കഴിയാത്തത് എന്ന അർത്ഥത്തിൽ അറ്റമോസ് എന്ന പദം ആവിഷ്കരിച്ചത് ഡെമോക്രാറ്റിസ് ആണെന്ന് പറയുന്നു അല്ലെ. ഡെമോക്രാറ്റിസ് ആണെന്ന് പറയുന്നു. അപ്പൊ ഞാൻ 4 പ്രസ്താവനകൾ വായിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അതിന്റെ ശരിയുത്തരം
കണ്ടുപിടിച്ചെന്ന് വിചാരിക്കുന്നു അല്ലെ. ഇവിടെ ശരിയുത്തരം എന്ന് പറയുന്നത് എ ഓപ്ഷനാണ്. അതായത് 1, 2, 3, 4 അല്ലെ, ഈ 4 പ്രസ്താവനകളും ശരിയാണ് എന്നതാണ് ഇവിടുത്തെ ശരിയുത്തരം എന്ന് പറയുന്നത്. ഇനി അടുത്ത ഒരു 12ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. 12ാമത്തെ ചോദ്യം, ഇത് തെറ്റായ പ്രസ്താവന കണ്ടുപിടിക്കാനാണ് പറയുന്നത്. തെറ്റായ പ്രസ്താവന നമ്മൾ പരീക്ഷാ ഹാളിൽ ഇരിക്കുമ്പോൾ ഇങ്ങനെ തെറ്റായ പ്രസ്താവന വരച്ചിട്ടേക്കണം. വരച്ചിട്ടിട്ട് നമ്മൾ ഒരു പ്രാവശ്യം ഇതിലൂടെ റീഡ് ചെയ്ത് പോകണം. എന്നിട്ട് ഒന്നുകൂടെ നമ്മൾ ഇവിടെ വന്നിട്ട് കൺഫേം ചെയ്യണം നമ്മളോട് എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന്. കാരണം ആദ്യം നമ്മൾ ഇവിടെ ഒന്ന് വായിച്ച് ഇതിലൂടെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ മറന്നുപോയേക്കാം. അതുകൊണ്ട് ആദ്യം എന്താണോ ചെയ്യേണ്ടതെന്ന് ഇവിടെ നോക്കുക, എന്നിട്ട് പ്രസ്താവന വായിക്കുക, എന്നിട്ട് ഒന്നുകൂടി ഇവിടെ നോക്കിയിട്ട് വേണം നമ്മുടെ ആൻസർ കറുപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 12ാമത്തെ ചോദ്യം തെറ്റായ പ്രസ്താവന കണ്ടുപിടിക്കാനാണ്. അപ്പം ഞാൻ ആ പ്രസ്താവനകൾ വായിക്കാം. ഒന്നാമത്തെ പ്രസ്താവന നോക്കുക. ഒന്നാമത്തെ പ്രസ്താവന, തന്മാത്രകളുടെ കൂട്ടിമുട്ടലിന്റെ ഫലമായി താപം ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് പ്രവഹിക്കുന്ന പ്രക്രിയയാണ് ചാലനം എന്ന് പറയുന്നു. അല്ലെ, എന്താണ്? തന്മാത്രകളുടെ കൂട്ടിമുട്ടലിന്റെ ഫലമായി താപം ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് പ്രവഹിക്കുന്ന പ്രക്രിയയാണ് ചാലനം എന്ന് പറയുന്നു. ബി പ്രസ്താവന നോക്കുക. സൂര്യാസ്തമയത്തിനു ശേഷവും അന്തരീക്ഷത്തിൽ ചൂട് നിലനിർത്തുന്നത് ഭൗമ വികിരണം കാരണമാണെന്ന് പറയുന്നു. സൂര്യാസ്തമയത്തിന് ശേഷവും അന്തരീക്ഷത്തിൽ ചൂട് നിലനിർത്തുന്നത് ഭൗമ വികിരണം കാരണമാണെന്ന് പറയുന്നു. അടുത്ത സി ഓപ്ഷൻ നോക്കുക. ജലത്തിന്റെ വിശിഷ്ട താപധാരിത 4200 ജൂൾസ് പ്രതി കിലോഗ്രാം കെൽവിൻ ആണ്. എന്താണ്? ജലത്തിന്റെ വിശിഷ്ട താപധാരിത 4200 ജൂൾസ് പ്രതി കിലോഗ്രാം കെൽവിൻ ആണെന്ന് പറയുന്നു. അടുത്ത 4ാമത്തെ പ്രസ്താവന നോക്കുക. തെർമോമീറ്ററിൽ സെന്റിഗ്രേഡ് സ്കെയിലിലും ഫാരൻഹീറ്റ് സ്കെയിലിലും തുല്യമാകുന്നത് -32 പറയുന്നു. എന്താണ്? തെർമോമീറ്ററിൽ സെന്റിഗ്രേഡ് സ്കെയിലും ഫാരൻഹീറ്റ് സ്കെയിലും തുല്യമാകുന്നത് -32 പറയുന്നു. ഇതാണ് 12ാമത്തെ ചോദ്യമായിട്ട് കൊടുത്തിരിക്കുന്നത് അല്ലെ, 12ാമത്തെ. അപ്പോൾ ഇതിൽ തെറ്റ് ഏതെന്ന് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും അതിന്റെ തെറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ ഡി ഓപ്ഷൻ തന്നെയാണ് ഇവിടെ തെറ്റായിട്ട് വരുന്നത്. ബാക്കി 3ഉം ശരിയാണ്. അപ്പോൾ നിങ്ങളത് ശരിയാക്കിയിട്ടുള്ളവർക്ക് 1 മാർക്ക് കൂടി ലഭിക്കുകയാണ്. അടുത്ത 13ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ചേരുംപടി ചേർക്കുക എന്നുള്ളതാണ് അല്ലെ. ഓക്കെ, ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും ഇത് വന്നതാണ്, ഈ കിർമീരവധം അല്ലെ. ഇതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതല്ലേ. ഓക്കെ, ഉത്തരാസ്വയംവരം ആട്ടക്കഥ. ഓക്കെ, ഇതൊന്ന് നോക്കാം നമുക്ക്. പട്ടിക 1 കിർമീരവധം ആട്ടക്കഥ, ഒലിവേർ വിജയം, ബുദ്ധചരിതം ആട്ടക്കഥ, ഉത്തരാസ്വയംവരം. അതുപോലെ അതിന്റെ ഇപ്പുറത്തെ പട്ടിക 2 കട്ടക്കയം ചെറിയാൻ മാപ്പിള, കോട്ടയത്ത് തമ്പുരാൻ, ഇരയിമ്മൻ തമ്പി, NV കൃഷ്ണവാര്യർ. അപ്പം നിങ്ങളിത് മാച്ച് ചെയ്യാനാണ്, ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ അത് ചേരുംപടി ചേർത്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ശരിക്കും ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത് ബി എന്ന് പറയുന്ന ആൻസർ ആയിട്ട് വരുന്നത് എ എന്ന് പറയുന്ന ഓപ്ഷനാണ്. അതായത് 1B, 2A, 3D, 4C എന്നൊരു ഓപ്ഷനാണ് ഇവിടെ ശരിക്കും ആൻസർ ആയിട്ട് വരുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതാണ് കിട്ടിയിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. കിർമീരവധം 1B ആണ്. കിർമീരവധം ആട്ടക്കഥ കോട്ടയത്ത് തമ്പുരാനുമായിട്ടാണ് 1B. കിർമീരവധം ആട്ടക്കഥ കോട്ടയത്ത് തമ്പുരാനുമായിട്ടാണ് മാച്ച് ചെയ്യേണ്ടത് അല്ലെ. അടുത്തത് 2A ആണ്. അതായത് ഒലിവേർ വിജയം ആട്ടക്കഥ ആരുമായിട്ടാണ്? കട്ടക്കയം ചെറിയാൻ മാപ്പിള. ഇനി അടുത്തത് ബുദ്ധചരിതമാണ് അല്ലെ. ബുദ്ധചരിതം 3D ആണ്. NV കൃഷ്ണവാര്യർ ആണ്. ഇനി ഉത്തരാസ്വയംവരം ആട്ടക്കഥയോ? അത് 4C ആണ് അല്ലെ. ഇരയിമ്മൻ തമ്പിയാണ് ഉത്തരാസ്വയംവരം ആട്ടക്കഥ. ഓക്കെ, ഇനി അടുത്ത ഒരു ചോദ്യം നമുക്ക് നോക്കാം. 14ാമത്തെ ചോദ്യമാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ തിരഞ്ഞെടുക്കാനാണ് പറയുന്നത് കേട്ടോ. ശരിയായ ജോഡികൾ നമ്മൾ വരച്ചിട്ടു. ഓക്കെ, ജോഡി കൊടുത്തിട്ടുണ്ട്. ടാർജറ്റ് ഷൂട്ടിംഗ് കൊടുത്തിട്ടുണ്ട്. ബട്ടർഫ്ലൈ സ്ട്രോക്ക് നീന്തൽ കൊടുത്തിരിക്കുന്നു. സ്റ്റെയിൽമേറ്റ് ഗോൾഫ് കൊടുത്തിരിക്കുന്നു. ഗൂഗിളി ക്രിക്കറ്റ് കൊടുത്തിരിക്കുന്നു. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുന്നതിന് മുമ്പ് നമ്മുടെ സ്പോർട്സിനായിട്ട് ബന്ധപ്പെട്ട ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്. സ്പോർട്സിന്റെ ഓൾറെഡി ഒരു ക്ലാസ് ഞാൻ എടുത്തിട്ടുള്ളതാണ്. ആ ക്ലാസ് കണ്ടിട്ടാണ് ഇത് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇത് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇതേ പുസ്തകത്തിലെ തന്നെ സബ്ജക്റ്റുകളുടെ ക്ലാസ്സുകളാണ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ട് നിങ്ങൾ കാണാൻ ശ്രമിക്കുക. 2x സ്പീഡിലിട്ടെങ്കിലും കാണുക. ഓക്കെ, അപ്പോൾ 14ാമത്തേത് നിങ്ങൾ മാച്ച് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അല്ലെ. ശരിയായ ജോഡികൾ നിങ്ങൾ തിരഞ്ഞു പിടിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇവിടെ ശരിയായ ജോഡികളുടെ ഇതിന് ഓപ്ഷൻ ഉണ്ട്. അത് നമുക്ക് അതിന്റെ മോൾ സൈഡിലാണ് അതിന്റെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിത് ശരിക്കും ഒന്ന് മനസ്സിലാക്കുക. ഒന്നുകൂടെ പറയാം. ടാർജറ്റ് ഷൂട്ടിംഗ്, ബട്ടർഫ്ലൈ സ്ട്രോക്ക് നീന്തൽ, സ്റ്റെയിൽമേറ്റ് ഗോൾഫ്, ഗൂഗിളി ക്രിക്കറ്റ് എന്നൊരു ജോഡിയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിന്റെ ആൻസർ ഏതാണെന്ന് കണ്ടുപിടിക്കാനുള്ള ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതൊന്നും നമുക്ക് നോക്കാം.
ആ ഓപ്ഷൻസ്. ഞാനിവിടെ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോ ക്ലാസ്സുകളുടെയും പരീക്ഷ നമ്മൾ ടെലഗ്രാം ചാനലിൽ നടത്തുന്നുണ്ട്. താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് വഴി ജോയിൻ ചെയ്യുക. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ നിങ്ങളുടെ ആൻസർ നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇവിടെ ശരിയുത്തരമായിട്ട് വരുന്നത് ഈ ഓപ്ഷൻ എ ആണ്. 1 to 4 എന്നുള്ളൊരു ഓപ്ഷനാണ്. ശരിയായ ജോഡി കണ്ടുപിടിക്കാനാണ് 1 to 4 ആണ് ശരി. അതായത് ഒന്നാമത്തേത് ടാർജറ്റ് ആണ് കൊടുത്തിരുന്നത്, ഷൂട്ടിംഗ്. അത് കറക്റ്റ് ആണ്. ടാർജറ്റ് ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ. ബട്ടർഫ്ലൈ സ്ട്രോക്ക് നീന്തലുമായി ബന്ധപ്പെട്ട പദമാണ്. പക്ഷേ സ്റ്റെയിൽമേറ്റ് ഗോൾഫായിട്ട് ബന്ധപ്പെട്ടതല്ലായിരുന്നു അല്ലെ. ഗൂഗ്ലി ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട പദമായിരുന്നു. ഇതാണ്. അപ്പൊ ഇത് ശരിയാക്കിയിട്ടുള്ളവർക്ക് ഒരു മാർക്ക് കൂടി ലഭിക്കുകയാണ്. അടുത്ത 15ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. 15ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ കാണുക. 2 പ്രസ്താവന, എന്നിട്ട് എന്ത് ചെയ്യണം? ശരി ഏതെന്ന് കണ്ടുപിടിക്കണം. അതാണ് ചോദ്യം അല്ലെ. പ്രസ്താവന 1 നമുക്ക് നോക്കാം. എന്താണ്? കഥകളിയിൽ പിന്നണി ഗായകർ. പ്രസ്താവന 1 വായിക്കുന്നത്. കഥകളിയിൽ പിന്നണി ഗായകർ പാടുന്നതിനനുസരിച്ച് നടൻ അഭിനയിക്കുന്ന രീതിക്ക് തുടക്കമിട്ട സമ്പ്രദായമാണ് വെട്ടത്തുനാടൻ സമ്പ്രദായം അല്ലെ. ഇതിനെക്കുറിച്ച് നമ്മൾ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ. കലാ, സംസ്കാരം, സാഹിത്യം എന്നൊക്കെ പറഞ്ഞിട്ട് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഓൾറെഡി നമ്മൾ എടുത്തുപോയ പോർഷൻസ് ആണ്, പഠിച്ചുപോയ പോർഷൻസ് ആണ് അല്ലെ. അത് പഠിച്ചിട്ടുള്ളവർക്ക് ഇപ്പൊ കത്തിയിട്ടുണ്ട് സംഭവം അല്ലെ. അപ്പൊ പ്രസ്താവന 1 ശരിയോ തെറ്റോ ഒന്ന് കത്തിയിട്ടുണ്ട്. ഓക്കെ, പ്രസ്താവന 1 പറയുന്നു കഥകളിയിൽ പിന്നണി ഗായകർ പാടുന്നതിനനുസരിച്ച് നടൻ അഭിനയിക്കുന്ന രീതിക്ക് തുടക്കമിട്ട സമ്പ്രദായമാണ് വെട്ടത്തുനാടൻ സമ്പ്രദായം എന്ന് പറയുന്നു. പ്രസ്താവന 2 പറയുന്നു വെട്ടത്തുനാടൻ സമ്പ്രദായത്തിൽ ഉപയോഗിക്കുന്ന വേഷവിധാനങ്ങൾക്ക് എത്യോപ്യയിലെ പരമ്പരാഗത വേഷമാണ് പ്രചോദനമായിട്ടുള്ളതെന്ന് പറയുന്നു അല്ലെ. എന്താണ്? വെട്ടത്തുനാടൻ സമ്പ്രദായത്തിൽ ഉപയോഗിക്കുന്ന വേഷവിധാനങ്ങൾക്ക് എത്യോപ്യയിലെ പരമ്പരാഗത വേഷമാണ് പ്രചോദനമായിട്ടുള്ളതെന്ന് 2 പ്രസ്താവനകൾ ഞാൻ ഓൾറെഡി വായിച്ചു. ഇതിൽ ശരിയാണെന്ന് നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നിങ്ങളുടെ ശരിയുത്തരം ഈ ഓപ്ഷനിൽ ഉണ്ടോ എന്ന് നോക്കുക. സി ആണ് ഇവിടെ ശരിയുത്തരമായിട്ട് വരുന്നത്. അതായത് ഞാൻ ഈ മുകളിൽ പറഞ്ഞ 2 പ്രസ്താവനകളും ശരിയാണ് അല്ലെ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് 1 മാർക്ക് കൂടി ലഭിച്ചു. അടുത്ത 16ാമത്തെ ചോദ്യമാണ്. ശരിയായ ജോഡികൾ കണ്ടുപിടിക്കാനാണ് ഇവിടെ പറയുന്നത്. ശരിയായ ജോഡികൾ അല്ലെ കൊടുത്തിരിക്കുന്നു. ചേതന മല്ലിക്, ആരാച്ചാർ, ത്രിപുര സുന്ദരി കൊച്ചമ്മ, ധർമ്മരാജ, ഇബൻ ബത്തൂത്ത, ഗോവർദ്ധന്റെ യാത്രകൾ, ഒറ്റക്കണ്ണൻ പോക്കർ, പാത്തുമ്മയുടെ ആട് അല്ലെ. ഈ ചേതന മല്ലിക് കഴിഞ്ഞ ക്ലാസ്സിലും ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു അല്ലെ. നമ്മൾ പഠിച്ചതല്ലേ, കഴിഞ്ഞ ക്ലാസ്സിലും ഡിസ്കസ് ചെയ്തതാണ് അല്ലെ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒരു 4 ജോഡി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ശരിയായ ജോഡി കണ്ടുപിടിക്കാനാണ് പറയുന്നത് അല്ലെ. ഓക്കെ, നിങ്ങൾ കണ്ടുപിടിച്ചു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കറിയാം ആദ്യത്തെ 3 ജോഡിയും ശരിയാണ്, തെറ്റിപ്പോയത് 4ാമത്തേതാണ് അല്ലെ എന്ന് നിങ്ങൾക്കറിയാം. അപ്പൊ നിങ്ങളുടെ ആൻസർ ഇവിടെ ഉണ്ടോ നോക്കുക. ആൻസർ ഇതിൽ 16ാമത്തേതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഡി ഓപ്ഷൻ ആണ്. 1, 2, 3 ശരിയാണ്, 4ാമത്തേത് തെറ്റിപ്പോയി അല്ലെ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് 1 മാർക്ക് കൂടി ലഭിച്ചു. അടുത്ത 17ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. 17ാമത്തെ ചോദ്യം പട്ടിക 1ഉം പട്ടിക 2ഉം ചേരുംപടി ചേർക്കുക എന്നുള്ളതാണ്. 17ാമത്തെ ചോദ്യം പട്ടിക 1ഉം പട്ടിക 2ഉം ചേരുംപടി ചേർക്കുക. കോമാടൻ, തിലോത്തമ, മൽഗോവ, പഞ്ചാബ് ജയന്റ് അല്ലെ, ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഓരോ വെറൈറ്റികളാണ്. അതുമായി ബന്ധപ്പെട്ട സസ്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. മാവ്, എള്ള്, തെങ്ങ്, പപ്പായ. അപ്പൊ ഇത് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ മാച്ച് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി ഇതിന്റെ ശരിയുത്തരം പറയാം. ഇതിന്റെ ശരിയുത്തരം എന്ന് പറയുന്നത് സി ആണ്. സി, അതായത് 1C 2B 3A 4D എന്നുള്ളതാണ് അല്ലെ. അതാണ് എന്റെ ശരി. അത് കോമാടൻ എന്ന് പറയുന്നത് ശരിക്കും തെങ്ങാണ്. കോമാടൻ സി. 1C കോമാടൻ തെങ്ങാണ്. 2 തിലോത്തമ എള്ളാണെന്ന് നമ്മൾ കുറെ നാളായിട്ട് പഠിക്കുന്നുണ്ട് അല്ലെ. തിലോത്തമ എള്ളാണ്. മൽഗോവ അല്ലെ, മാമ്പഴക്കൂട്ടത്തിൽ മൽഗോവയാണ് നീന്നും പറഞ്ഞ് പാട്ടുള്ളത് കൊണ്ട് അത് മാവാണെന്ന് മനസ്സിലാക്കാൻ പറ്റും അല്ലെ. മൽഗോവ. പിന്നെയോ പഞ്ചാബ് ജയന്റ്, അത് പപ്പായയാണ്. പഞ്ചാബ് ജയന്റ് അല്ലെ, പപ്പായാണ്. അപ്പൊ ഇതാണ് അതിന്റെ ശരിയായിട്ട് വരുന്നത്. അടുത്ത 18ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. 18ാമത്തെ ചോദ്യം, താഴെ പറയുന്നവ പരിഗണിക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം നോക്കാം. താഴെ പറയുന്നവ പരിഗണിക്കുക. എന്നിട്ട് പറയുന്നത് ഇവയിൽ നോക്കുക. ഇവയിൽ താഴെ പറയുന്നവ പരിഗണിച്ചിട്ട് ഇവയിൽ അമേരിക്കൻ ഐക്യനാടുകളിൽ നിന്ന് കടം കൊണ്ട ആശയങ്ങൾ ഏതെല്ലാം എന്നാണ് ചോദ്യം അല്ലെ. അപ്പൊ കുറച്ച് ആശയങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ അമേരിക്കയുമായി ബന്ധപ്പെട്ട ആശയങ്ങളാണ് നമുക്ക് എടുക്കേണ്ടത്. അപ്പൊ ഞാനത് വായിക്കാൻ, നിങ്ങളത് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഒന്നാമത്തെ പ്രസ്താവന പറയുന്നു പാർലമെന്റിന്റെ ഉപരിസഭയില് വൈസ് പ്രസിഡന്റ് അധ്യക്ഷത വഹിക്കുന്ന രീതി എന്ന് കൊടുത്തിട്ടുണ്ട്. ഇത് ഏത് ഭരണഘടന, ഏത് രാജ്യത്തിന്റെ ആണെന്ന് നോട്ട് ചെയ്ത് വെക്കണം അല്ലെ. പാർലമെന്റിന്റെ ഉപരിസഭയിൽ, ഇത് ഇവർ പറയുന്ന പോലെ അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണോ എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് എഴുതി വെക്കുക. പാർലമെന്റിന്റെ ഉപരിസഭയിൽ വൈസ് പ്രസിഡന്റ് അധ്യക്ഷത വഹിക്കുന്ന രീതി എടുത്തിട്ടുള്ളത് എവിടെ നിന്നാണ്? ഇനി 2ാമത്തെ പ്രസ്താവന നോക്കുക. ഇന്ത്യയിലെ ഭരണഘടകങ്ങൾക്ക് സ്റ്റേറ്റ് എന്ന് നാമകരണം ചെയ്യുന്ന രീതി കടം കൊണ്ടിട്ടുള്ളത് എവിടെ നിന്നാണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ആൻസർ ചെയ്യാൻ പറ്റും. അതായത് ഇന്ത്യയിലെ ഭരണഘടകങ്ങൾക്ക് സ്റ്റേറ്റ് എന്ന് നാമകരണം ചെയ്യുന്ന രീതി. അടുത്ത 3ാമത്തേത് നോക്കുക.
അവശിഷ്ടാധികാരങ്ങളിൽ നിയമനിർമ്മാണം നടത്താൻ കേന്ദ്ര സർക്കാരിന് അധികാരം കൊടുക്കുന്നത് അല്ലെ. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു ക്ലാസ് ഓൾറെഡി എടുത്തിട്ടുണ്ട്. ആ ക്ലാസ്സിൽ ഈ പോയിന്റ് ഒക്കെ ചർച്ച ചെയ്ത് പോയിട്ടുള്ളതാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞു കോൺസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾ 2x സ്പീഡിലെങ്കിലും വിട്ട് കേൾക്കുക, അതിനകത്തൊക്കെ ഓൾറെഡി ഈ പോയിന്റ് വന്നുപോയതാണ്. ആ ക്ലാസ് കണ്ടവർക്ക് ഇത് എളുപ്പമാണ് അല്ലെ. അവശിഷ്ടാധികാരങ്ങളിൽ നിയമനിർമ്മാണം നടത്താൻ കേന്ദ്ര സർക്കാരിന് അധികാരം അല്ലെ. ഇത് ഏത് രാഷ്ട്രവുമായിട്ട് ബന്ധപ്പെട്ട ആശയമാണെന്ന് നോക്കണം. അടുത്ത 4ാമത്തെ ആശയം, രാഷ്ട്രപതി ഭരണഘടനാ ലംഘനം നടത്തിയാൽ തലസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുന്ന നടപടിയായ ഇംപീച്ച്മെന്റ് അല്ലെ. ഇംപീച്ച്മെന്റ് എടുത്തിട്ടുള്ളത് എവിടെ നിന്നാണ് അറിയാവുന്നവർക്ക് ഇത് ആൻസർ ചെയ്യാൻ പറ്റും. അടുത്ത 5ാമത്തെ ആശയം നോക്കുക, പാർലമെന്റിന്റെ ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനം ജോയിന്റ് സിറ്റിംഗ് അല്ലെ. ജോയിന്റ് സിറ്റിംഗ് എന്നുള്ള ആശയം എടുത്തിട്ടുള്ളത് ഏത് രാജ്യത്തിൽ നിന്നാണ് അല്ലെ. ഇതിൽ 5 ആശയങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ അമേരിക്കൻ ഐക്യനാടുകളിൽ നിന്ന് കടം കൊണ്ട ആശയങ്ങൾ ഏതെല്ലാം എന്നാണ് ചോദ്യം അല്ലെ. ഓക്കെ, നിങ്ങളുടെ ഫൈൻഡിങ്സ് നിങ്ങൾ മാർക്ക് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഡി ആണ്. 1 to 4 ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഡി ആണ്. അതായത് 1, 2, 4 അമേരിക്കൻ ഭരണഘടനയിൽ നിന്ന് എടുത്തിട്ടുള്ള ആശയങ്ങൾ എന്ന് പറയുന്നത്. അതായത് 1, 2, 4 ആശയങ്ങൾ എന്ന് പറയുന്നത്. 1, 2, 4. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ഒരു ചോദ്യം നമുക്ക് നോക്കാം. അടുത്ത ഒരു ചോദ്യം 19ാമത്തെ ചോദ്യമാണ്. നമ്മൾ ലാസ്റ്റത്തെ പോർഷനിലേക്ക് പോവുകയാണ്. ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നുള്ളതാണ്. ശരിയായ പ്രസ്താവനകൾ ഒന്ന് പറയുന്നത് നോക്കുക. മോഷ്ടിച്ച കമ്പ്യൂട്ടർ ആശയവിനിമയ സംവിധാനം വാങ്ങുന്നത് കുറ്റകരമാക്കുന്ന IT നിയമത്തിലെ വകുപ്പാണ് 66B. ഇത് IT ആക്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രസ്താവനാ ചോദ്യമാണ്. ശരിയായ പ്രസ്താവന നോക്കുക. മോഷ്ടിച്ച കമ്പ്യൂട്ടർ ആശയവിനിമയ സംവിധാനം വാങ്ങുന്നത് കുറ്റകരമാക്കുന്ന IT നിയമത്തിലെ വകുപ്പാണ് 66B എന്ന് പറയുന്നു. അടുത്ത 2ാമത്തെ പ്രസ്താവന നോക്കുക. ഇലക്ട്രോണിക് രീതിയിൽ അപമാനകരമായ കാര്യങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് തടയുന്ന വകുപ്പാണ് 67ാം വകുപ്പ് എന്ന് പറയുന്നു. 3ാമത്തെ പ്രസ്താവന നോക്കുക. വ്യാജ ഡിജിറ്റൽ സിഗ്നേച്ചറുമായി ബന്ധപ്പെട്ട IT ആക്ടിലെ വകുപ്പാണ് 73ാം വകുപ്പ് എന്ന് പറയുന്നു. 3ാമത്തെ പ്രസ്താവന എന്താണ്? വ്യാജ ഡിജിറ്റൽ സിഗ്നേച്ചറുമായി ബന്ധപ്പെട്ട IT ആക്ടിലെ വകുപ്പാണ് 73ാം വകുപ്പ് എന്ന് പറയുന്നു. നാലാമത്തെ പ്രസ്താവന നോക്കുക. പോണോഗ്രാഫിയുമായി ബന്ധപ്പെട്ട IT ആക്ടിലെ വകുപ്പാണ് ഒരു സെക്കൻഡ്. പോണോഗ്രഫിയുമായി ബന്ധപ്പെട്ട IT ആക്ടിലെ വകുപ്പാണ് 67A എന്ന് പറയുന്നു. 67A. അപ്പം ഞാൻ 4 പ്രസ്താവന വായിച്ചു. അത് ശരിയോ തെറ്റോ? ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ ആൻസർ കണ്ടുപിടിച്ചെന്ന് വിചാരിക്കുന്നു. ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് A ആണ്. അതായത് ഈ പറഞ്ഞ 4 പ്രസ്താവനകളും ശരിയാണ് എന്നുള്ളതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നമ്മൾ അവസാനത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. അതിനു മുമ്പ് ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ചാനൽ മറ്റുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്യാത്തത്? നമ്മുടെ ചാനലിലെ എല്ലാ വീഡിയോ എടുത്ത് നോക്കിയാൽ അതിലെല്ലാം നിങ്ങൾ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, മനസ്സിലാവുന്നുണ്ട്, നല്ല ചാനലാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ, നല്ല ക്ലാസ്സുകളാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ചാനൽ റേറ്റിംഗിലേക്ക് പോകാത്തത്, നിങ്ങൾ മറ്റുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്യാത്തതെന്ന് കമൻറ്റ് ചെയ്ത് അറിയിച്ചാൽ ഉപകാരമായിരുന്നു. അപ്പോൾ ലാസ്റ്റത്തെ ഒരു പോയിന്റാണ് 20ാമത്തെ പോയിന്റ്, തെറ്റായ പ്രസ്താവന. നിങ്ങൾ എന്ത് തന്നെയായാലും ഈ ചാനൽ സപ്പോർട്ട് ചെയ്താലും ഇല്ലേലും ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. നിങ്ങളുടെ എക്സാം വരെ ഞാൻ ക്ലാസ്സുകൾ ഇതിനകത്ത് ഇട്ടുകൊണ്ടിരിക്കും. അപ്പോൾ അതെന്തായാലും ഉറപ്പായിട്ടും ക്ലാസ് ഉണ്ടാകും. കാരണം എന്നോടൊപ്പം രാവിലെ എഴുന്നേറ്റ് വന്നിരുന്ന 5 മണിക്കിരുന്ന് പഠിക്കുന്ന ആൾക്കാരെ എനിക്കറിയാം. ഇതിൽ കമൻറ്റ് ചെയ്യുന്ന ഒത്തിരി അധികം ആൾക്കാരറിയാം. അവർ രാവിലെ 5 മണിക്ക് എൻ്റെ ക്ലാസ് വെയിറ്റ് ചെയ്തിരുന്നിട്ട് ക്ലാസ് കാണുന്നവരാണ്. അപ്പോൾ അവരെടുക്കുന്ന ഒരു എഫർട്ട് എൻ്റെ ഒപ്പം തന്നെ. അതുകൊണ്ട് അവരെടുക്കുന്ന ആ ഒരു പണിക്ക് അവർക്ക് റിസൾട്ട് കിട്ടിയിരിക്കണം. അതിന് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്തിരിക്കും. അതുകൊണ്ട് എക്സാം വരെ ഉറപ്പായിട്ടും ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. കട്ടയ്ക്ക് നിങ്ങൾ പ്രയോജനപ്പെടുത്തി എടുക്കുക. നല്ലൊരു ആഗ്രഹമുണ്ട്, നിങ്ങളൊന്ന് റെക്കമെൻഡ് ചെയ്താൽ അത്രയും നല്ലത്. ചാനൽ കാണുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ തന്നെ മാക്സിമം ചാനൽ കാണുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്താൽ റേറ്റിംഗിലേക്ക് വരും. അപ്പോൾ ഇനി ഞാൻ പറഞ്ഞു, നിങ്ങൾ കമൻറ്റ് ചെയ്താലും കമൻറ്റ് ചെയ്തില്ലേലും ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന, ഈ ചാനലിനെ ആശ്രയിച്ച് ക്ലാസ് കാണാൻ നിൽക്കുന്നവരെ ഒരിക്കലും ഞാൻ നിരാശപ്പെടുത്തില്ല. ഞാൻ എല്ലാ ക്ലാസ്സുകളും പരീക്ഷ വരെ ഞാൻ ഇടുന്നതായിരിക്കും. മാക്സിമം പ്രധാനപ്പെട്ട മേഖലകളൊക്കെ ടച്ച് ചെയ്താണ് പോകുന്നത്. പ്രത്യേകിച്ചും കറണ്ട് അഫയേഴ്സിന് ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുമുണ്ട്. അപ്പോൾ എല്ലാവരും പ്രയോജനപ്പെടുത്തി വേഗം രക്ഷപ്പെടുക, ജോലി മേടിക്കുക, ലൈഫ് കളറാക്കുക. അപ്പോൾ നമ്മുടെ ലാസ്റ്റത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. തെറ്റായ പ്രസ്താവന. ഇവിടെ തെറ്റായതെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, തെറ്റായത്. അപ്പം ഞാൻ ആ പ്രസ്താവനകൾ വായിക്കാം. പ്രസ്താവന നോക്കുക. ലോകത്തിലെ തന്നെ ഹോട്ട്സ്പോട്ടുകളിൽ ഉൾപ്പെടുന്ന ഇന്ത്യയിലെ ഹോട്ട്സ്പോട്ടാണ് പശ്ചിമഘട്ടം എന്ന് പറയുന്നത്. എന്താണ്? ലോകത്തിലെ തന്നെ ഹോട്ട്സ്പോട്ടുകളിൽ ഉൾപ്പെടുന്ന ഇന്ത്യയിലെ ഹോട്ട്സ്പോട്ടാണ് പശ്ചിമഘട്ടം എന്ന് പറയുന്നു. 2ാമത്തെ പ്രസ്താവന നോക്കുക. പരിസ്ഥിതിയുടെ സന്തുലനത്തിനായി ഇന്ത്യയിൽ വിസ്തീർണത്തിന്റെ 50% വനമാണ് ഉണ്ടായിരിക്കേണ്ടതെന്ന് പറയുന്നത്. എത്ര ശതമാനമാണ്? 50% ഉണ്ടായിരിക്കേണ്ടതെന്നാണ് ഈ പ്രസ്താവന പറയുന്നത്. ശരിയോ തെറ്റോ? അടുത്ത C പ്രസ്താവന നോക്കുക. ചിപ്കോ പ്രസ്ഥാനത്തിന്റെ മുദ്രാവാക്യമാണ് ആവാസ വ്യവസ്ഥയാണ് സ്ഥിര സമ്പത്തെന്ന്.
അപ്പോൾ എന്താണ് ചിപ്കോ പ്രസ്ഥാനത്തിന്റെ മുദ്രാവാക്യം? ആവാസ വ്യവസ്ഥയാണ് സ്ഥിരസമ്പത്ത് എന്നാണ് ഈ പ്രസ്താവന പറയുന്നത്. ശരിയോ തെറ്റോ? അടുത്ത ഡി പ്രസ്താവന നോക്കുക. ഡി പ്രസ്താവനയിൽ പറയുന്നു, തെഹിരി അണക്കെട്ടിന്റെ നിർമ്മാണത്തിനെതിരെയാണ് സുന്ദർലാൽ ബഹുഗുണ ഭാഗീരഥി തീരത്ത് ഉപവാസ സമരം നടത്തിയതെന്ന് ഡി പ്രസ്താവന പറയുന്നു. അപ്പോൾ ഇങ്ങനെ 4 പ്രസ്താവന ഞാൻ വായിച്ചു. ഇതിൽ തെറ്റ് കണ്ടുപിടിക്കാനാണ്. അത് നിങ്ങൾ ഓൾറെഡി കണ്ടുപിടിച്ചു എന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഇവിടെ തെറ്റിപ്പോയത് എ എന്ന് പറയുന്നൊരു എ അല്ല, തെറ്റിപ്പറയുന്നത് ബി എന്ന് പറയുന്നൊരു പ്രസ്താവനയാണ്. ബി എന്ന് പറയുന്നത് കേട്ടോ, ബി എന്ന് പറയുന്ന പ്രസ്താവനയാണ് തെറ്റിപ്പോയത്. എന്താണ്? പരിസ്ഥിതിയുടെ സന്തുലനത്തിനായി ഇന്ത്യയിൽ വിസ്തീർണത്തിന്റെ 50% എന്നുള്ള ഇതാണ് തെറ്റിപ്പോയത് കേട്ടോ. അപ്പോൾ 20 ബി ആണ് തെറ്റിപ്പോയത്. അപ്പോൾ നിങ്ങൾ ഇത്രയും 20 എണ്ണം കിട്ടി. നിങ്ങൾ എത്ര മാർക്ക് കിട്ടിയെന്നുള്ളതൊന്നും നിങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അതുപോലെ നിങ്ങൾ എന്തുകൊണ്ട് ചാനൽ നിങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതൊന്നും കമൻറ്റ് ചെയ്ത്, എന്തെങ്കിലും എൻ്റെ ന്യൂനതയാണെങ്കിൽ അതൊന്ന് കറക്റ്റ് ചെയ്ത് പോവാം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. എല്ലാവർക്കും വിജയാശംസകൾ. എത്രയും പെട്ടെന്ന് ജോലി മേടിക്കുക.